വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൾ. കേരളത്തിൽ ഒരുപാട് മുസ്ലിം സംഘടനകളും വിഭാഗങ്ങളും അവർക്കെല്ലാവർക്കും പള്ളികളും ഉണ്ട്. പക്ഷേ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വിഭാഗത്തിൻ്റെ പേര് പറഞ്ഞിട്ട് നിസ്കരിക്കാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരു സമീപനം നമ്മുടെ പള്ളികളിൽ ഉണ്ടാവലില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു വാർത്ത, സോഷ്യൽ മീഡിയ എന്നല്ല പത്രത്തിലും വന്നൊരു വാർത്ത, വയനാടുള്ളൊരു മഹല്ലിൽ ഒരു ഹജ്ജുമ്മ, ഹലീമ ഹജ്ജുമ്മ എന്ന് പേരുള്ളൊരു ഉമ്മ മരണപ്പെട്ടു. ആ ഉമ്മ മരണപ്പെട്ട സമയത്ത് ആ ഉമ്മയുടെ മയ്യത്ത് നമസ്കരിക്കാൻ പള്ളി തുറന്നു കൊടുത്തില്ല എന്നതാണ് വിവാദം. മരണപ്പെട്ടത് റമദാൻ 29-നോ ആ ഒരു സമയത്താണ് മരണപ്പെട്ടത്, അതായത് പെരുന്നാളിൻ്റെ കുറച്ച് മുൻപ്. അങ്ങനെ മരണപ്പെട്ടിട്ട് വലിയ ഒരു തറവാട്ടുകാരാണ്, ഒരുപാട് പേര് നമസ്കരിക്കാനും മയ്യത്ത് കാണാനൊക്കെ വന്നിരുന്നു. അങ്ങനെ വന്ന സമയത്തൊന്ന് ഉളു എടുക്കാനോ ആ പള്ളിക്കുള്ളിലൊന്ന് നമസ്കരിക്കാൻ വേണ്ടിയിട്ടോ, ആ വീടിന് തൊട്ടടുത്തുള്ള പള്ളിയാണ്, അതായത് ആ പള്ളിയുടെ തൊട്ടടുത്താണ് ഈ മരണപ്പെട്ട ഹലീമ ഹജ്ജുമ്മയുടെ വീട്. ഞാൻ ഈ വാർത്ത കേട്ട് ഭയങ്കര ഷോക്കായി. ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ? അപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരു പക്ഷേ വേറെ എന്തെങ്കിലും കള്ള വാർത്തകളായിരിക്കും. പക്ഷെ അവിടുത്തെ മുൻ മഹലിൻ്റെ ഒരു പ്രസിഡൻ്റായ ഒരു മതപണ്ഡിതൻ്റെ ഒരു വോയിസ് കേട്ടപ്പോഴാണ് ഇതിൽ സത്യാവസ്ഥ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമായത്. ആ വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഈ ഒരു മരണപ്പെട്ട ഒരാളുടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവും, അവിടെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ട് പോകുമല്ലോ. അപ്പോൾ ആ ഒരു പരിസരത്ത് നിന്ന് നിസ്കരിക്കാൻ പള്ളിയുടെ ഇത് പൂട്ടിയിട്ടു, വെള്ളം എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയണത്. നമ്മൾ ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു മരണ സന്ദർഭത്തിൽ, ഇത്തരമൊരു സാഹചര്യത്തിൽ ആ വിഭാഗീയത നമ്മൾ കാണിക്കാവോ എന്നുള്ളതാണ്. ഈ ഒരു വാർത്ത ഞാൻ റമദാൻ 29-ന് എന്നെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴൊക്കെ എനിക്കൊട്ടും ഇത് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഈ ഒരു പ്രസിഡന്റ്, പള്ളിയുടെ ഒരു മുൻ പ്രസിഡന്റിൻ്റെ ഈ വോയിസ് കേട്ടപ്പോഴാണ്, അതൊരു മതപണ്ഡിതനാണ്, ഒരു ധാർമ്മിക ബിരുദമുള്ള ഒരാളാണ്, അത് കേട്ടപ്പോഴാണ് ഇതിൽ ഹക്കുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. ആ വോയിസ് ഒന്ന് കേൾക്കും. മുനീറെ, ഓല് മയ്യത്ത് നിസ്കരിക്കാനെല്ലാം പള്ളിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാൻ നിൽക്കരുത് കേട്ടോ. കാരണം മുമ്പ് ഇത് വൈക്കിലേരി മോയിക്ക മരിച്ച സമയത്ത് ഓലെല്ലാം കൂടി ഇവിടെ എൻ്റെ പുരയിൽ വന്നിരുന്നു. അപ്പം ഞാൻ അന്ന് ഓലോട് കൃത്യമായി പറഞ്ഞതാ, ചേപ്പേരി മൊയ്തീനും പ്രസിഡന്റും എല്ലാം ആയിട്ടുള്ള ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഞാൻ കൃത്യമായി അവരോട് പറഞ്ഞത്, അങ്ങനെ അള്ളാഹുവിൻ്റെ പള്ളിയിൽ അള്ളാഹുവിൻ്റെ അടിമകളെ തടയാനുള്ള അധികാരം ഒരാൾക്കും ഇല്ല. അത് ഖുർആൻ നെസ്സായി പറഞ്ഞതാ. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദ അല്ലാഹി അൻ യുദ്കറ ഫീ ഇസ്മുഹു. ഈ ആയത്തോതിയിട്ടാണ് ഞാൻ അവരോട് പറഞ്ഞത്, അള്ളാഹിൻ്റെ പള്ളിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? എന്നിട്ട് അന്ന് ആളെ സമ്മതിക്കുകയും നിസ്കരിക്കുകയും എല്ലാം ചെയ്തതാ. എന്നിട്ട് പിന്നെ പോലെ കുശുമ്പുണ്ടാക്കിയിട്ടാണ് ഒരു പേരിൻ്റെ ഒരു ജനറൽ ബോഡി വിളിച്ചിട്ട്, നമ്മളൊന്നും അതിൽ പങ്കെടുത്തിട്ടില്ല, ജനറൽ ബോഡി കൂടിയിട്ട് ഓരോ ഒരു തീരുമാനം എടുക്കുക എന്നല്ല. ഇങ്ങനെ ചേപ്പേര് മൊയ്ത് എനിക്ക് തോന്നുന്നതിനനുസരിച്ച് തീരുമാനം എടുക്കുന്ന എന്നല്ല അള്ളാഹിൻ്റെ ദീൻ എന്ന് പറയുന്നത്. അപ്പോൾ പള്ളി എന്ന് പറയുന്നത് തടയാൻ പറ്റൂല, ഒരാളെ അവിടെ നിസ്കരിക്കുന്നത് തടയാൻ പറ്റൂല. അത് മാത്രമല്ല, ഇത് ദീനിയായ പ്രശ്നം. ഇനി അഥവാ ഇനി ഓരോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒറ്റ മറുപടി നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങളവിടെ സമ്മതം കൊടുത്തോളി. എന്നിട്ട് ഒറ്റ മറുപടി പറഞ്ഞാൽ മതി, നിങ്ങൾ സമസ്തൻ്റെ ഒരു ഫത്വ വാങ്ങിക്കൊണ്ടുവരാൻ പറയാം. അതിപ്പോൾ മുജിഫിരി തങ്ങളായാലും ആലിക്കുട്ടി സ്ഥലം ആരാലില്ല, ഇങ്ങനെ നിസ്കരിക്കുന്നത് തടയുന്നതിന് തെറ്റില്ല എന്നുള്ളൊരു ഫത്വ വാങ്ങി വരി, എന്നാൽ നമ്മൾ അടുത്ത പ്രാവശ്യം മുതൽ തടഞ്ഞോളാം എന്ന് പറയാം. ആ ഒറ്റ മറുപടി മാത്രം പറഞ്ഞാൽ മതി, വേറെ നിങ്ങളൊന്നും ആയത്തോതാനൊന്നും നിങ്ങൾ നിൽക്കണ്ട. അത് ആ ഒരു വലിയ പ്രശ്നമാവും. പിന്നെ അന്യ നാട്ടുകാർ പല ആളുകൾ ഇവിടെ വരുന്ന, അപ്പോൾ ഇവിടെ പള്ളി പൊരേൻ്റെ മുറ്റത്തുള്ള ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർ പിന്നെ എന്തിന് കൊള്ളൂ? അപ്പൊ അതുകൊണ്ട് വളരെ കർശനമായി ഈ കാര്യത്തിൽ നിലപാടെടുക്കണം. എന്തു പറ്റി നമ്മുടെ സമൂഹത്തിൽ? നമ്മളൊരു ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്നുള്ള വേർഡിന് അർത്ഥം തന്നെ എന്താണ്? പരസ്പര സമാധാനം എന്നുള്ളതാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം കൊടുക്കണ്ടേ? നമ്മൾ ഓരോരോ സംഘടനകളും ഓരോ വിഭാഗങ്ങളൊക്കെ അയക്കണത് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിനാണെങ്കിലും ഒക്കെ ഓരോ സംഘടനകളും ഓരോരുത്തരും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തട്ടെ. പക്ഷേ ആ മരണപ്പെട്ട ഒരാളോടുള്ള മക്കളോടുള്ള വിരോധം, ആ മക്കള് ഏപ്പിക്കാരായതുകൊണ്ട് മാത്രം ആ പള്ളിയിലേക്ക് കയറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ പറയുന്നത്. അള്ളാഹു ആലം. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഇതിന് വേറൊരു മറുഭാഗം പറയാണ്ടാവും, ഉണ്ടെങ്കിൽ പറയട്ടെ. ഞാൻ കേട്ടിടത്തോളം അത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതെന്ത് റീസണാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു റീസൺ അവിടെ പള്ളിയിൽ വെള്ളം ഇല്ലാഞ്ഞിട്ടാണോ, പള്ളി നോക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ? ചിലപ്പോൾ ഒക്കെ പള്ളിയിലൊക്കെ കാണാം അകത്തെ പള്ളി പൂട്ടിയിടുന്നത് കാണാം. പുറത്ത് നിസ്കരിക്കാൻ സമ്മതിക്കലുണ്ട്, അകത്തെ പള്ളി പൂട്ടിയിടും, ഫാനിടാൻ സമ്മതിക്കലില്ല. ഇങ്ങനെ പല പള്ളികൾക്കും പല രീതിയിലാണ്. പക്ഷേ അപ്പുറത്തെ വീട്ടിലെ ഒരാൾ, ഒരു ഹിന്ദു മരണപ്പെട്ടപ്പോൾ ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ മയ്യത്തൊരുക്കിയൊരു നാടാണ് നമ്മുടേത്. അപ്പുറത്തെ വീട്ടിലൊരു ഹിന്ദു മരണപ്പെട്ടപ്പോൾ ആ മദ്രസയിൽ ആ മയ്യത്ത് വെച്ച, ഇതൊക്കെ നമുക്ക് വിശാലത ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പാവം ഹജ്ജുമ്മ ഈ ഒരു പള്ളിക്ക് വേണ്ടി സ്ഥലമടക്കം കൊടുത്തൊരു കുടുംബമാണ് കേൾക്കണേ. എന്നിട്ട് പോലും നമ്മളുടെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നവരോടുള്ള ഒരു വിരോധം, അങ്ങോട്ടും ഇങ്ങോട്ടും വാശി, എന്നിട്ട് എന്ത് നേടാനാണ്? വിട്ടുവീഴ്ച ചെയ്യാന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്.
ലൈഫിൽ ലെവലേശം അതില്ല. എന്തായാലും വയനാട്ടിൽ നിന്ന് കേട്ട ഈ വാർത്ത ഒരു കണ്ണ് തുറപ്പിക്കേണ്ട വാർത്തയാണ്. ഇതിൽ പറയുന്നത് പോലെ ഇതിപ്പോൾ ഞാനിത് ഒരു വാർത്ത ഞാൻ കാണിച്ചു തരാം. ഈ വാർത്തയിലും പറയുന്ന കാര്യങ്ങൾ ഇതാണ്. എല്ലാവരോടും സഹാനുഭൂതിയും സ്നേഹവുമാണ് വേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതുണ്ടെന്ന് പറയുന്ന പലരിലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ വിവരങ്ങൾ പങ്കുവെക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖുർആൻ മത്സരത്തിൽ കുറച്ചും കൂടി എൻട്രികൾ ബാക്കിയുണ്ട്. ഇന്നത്തോടു കൂടി ആ എൻട്രി അവസാനിച്ചുട്ട. ഇനി നാളെ മുതൽ എന്തില്ല, ഖുർആൻ മത്സരത്തിൻ്റെ പരിപാടി ഇല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇന്നിപ്പോൾ എന്താ ദിവസം, ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. ഈ ഒരു തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഹാറോമിൻ്റെ ഒരു പെരുന്നാൾ വരിക വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഒക്കെ ആവുന്ന സമയത്തേക്കാണ്. അതിന് മുൻപായിട്ട് ആ ഒരു സമയത്തായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ റിസൾട്ട് പറയണം. എല്ലാം റെഡിയാണ്. ഒന്നും കൂടെ അതിൻ്റെ അനലൈസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലാണ്. എല്ലാ ഖുർആൻ പാരായണങ്ങളൊക്കെ പരമാവധി നോക്കുന്നതിന് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ആ ഷോർട്ട് ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ചെറിയൊരു സമ്മാനമാണെങ്കിലും മത്സരത്തിൽ പങ്കെടുത്ത ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞൊരു നന്ദി. ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا هو الذي ينزل سكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. അപ്പോൾ ഓക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.